ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവൾ തൻ്റെ വിശേഷങ്ങളെല്ലാം പറയാണ്. അങ്ങനെ രേവതിക്കുട്ടിക്ക് കൊടുത്ത ആ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഇടയ്ക്കൊക്കെ അലീനയെ വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ഒരു ദിവസം അലീനയെ വിളിക്കുന്ന രേവതിക്കുട്ടി എത്ര ഫോൺ റിങ് ചെയ്തിട്ടും അലീന കിച്ചണിലായതുകൊണ്ട് തന്നെ കാണുന്നില്ല. ആ ഒരു സമയത്ത് ഹാളിലാണ് കേട്ടോ ആ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവുക. ആ സമയത്ത് ബാലചന്ദ്രനാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുക. രേവതിക്കുട്ടിയാണല്ലോ വിളിക്കുന്നത്. അനിയതെവിടെ, എന്തെങ്കിലും അത്യാവശ്യം കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് കരുതിക്കൊണ്ട് അത് കോൾ എടുത്തുകൊണ്ട് ചെവിയിൽ വെക്കാണ്. ആ ഒരു സമയത്ത് ഇപ്പുറത്ത് ആരാണെന്ന് പോലും നോക്കാതെ രേവതിക്കുട്ടി സംസാരിച്ച് തുടങ്ങാണ്. ആ ചേച്ചി ഇതെവിടെ ആയിരുന്നു, എത്ര സമയമായി ഞാൻ വിളിക്കുന്നത്. ഓ, ചേച്ചി ജോലിയിലായിരിക്കൂലേ. ചേച്ചിയുടെ അമ്മ ഓരോ ജോലികളും ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടാവും. എന്നാലും പാവ അമ്മയാണ്. അമ്മക്ക് അറിയില്ലല്ലോ സ്വന്തം മോളാണ് വേലക്കാരുടെ വേഷം കെട്ടി അവിടെ വന്നതെന്ന്. അമ്മക്ക് അറിയില്ലല്ലോ എന്നെല്ലാം രേവതിക്കുട്ടി പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ആകെ നെട്ടി നിൽക്കാട്ടോ ബാലചന്ദ്രൻ. എന്ത്, വൈജയന്തി അലീനയുടെ അമ്മയോ? എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? വീണ്ടും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നാലും ചേച്ചി ഇതെങ്ങനെ സഹിക്കുന്നത്? സ്വന്തം അമ്മ കൺമുമ്പിലുണ്ടായാലും നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ തോന്നല്ലോ. പക്ഷേ ചേച്ചിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയില്ലേ? എന്നാലും എപ്പോഴും ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നാത്തത്. ബാലചന്ദ്രൻ അപ്പോൾ മനസ്സിലാവാണ് എന്തോ ഒരു രഹസ്യം അലീനയ്ക്കുണ്ട്. അലീനയെ കണ്ട ഒരിക്കലും ഒരു വേലക്കാരുടെ പോലെ തോന്നുന്നില്ല. അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. വെറുതെ അല്ല കുഞ്ഞിരാമൻ അവിടെ പോയി ഒരു സെർവൻറ്റിനെ ബുക്ക് ചെയ്തത്. ഇത്രയും ദൂരം അവിടെ പോയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഞാൻ അന്നേ സംശയിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് ബാലചന്ദ്രൻ അവിടെ തന്നെ നിൽക്കാണ്. ആ സമയത്ത് അലീന വരുന്നുണ്ട്. ബാലചന്ദ്രന് അവിടെ തന്നെ സൂക്ഷിച്ചു നോക്കാണ്. എന്താ സാർ, എന്നെ വിളിച്ചായിരുന്നോ? അതെ, നിനക്കൊരു കോള് വന്നായിരുന്നോ? ഓ, രേവതിക്കുട്ടി എന്ന് പറയാട്ടോ. അതിനുശേഷം അവൾ ഭയത്തോടെ ആ കോള് തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ വിളിച്ചത്? അപ്പോൾ ഇതുവരെ ചേച്ചിയല്ലേ ഫോൺ എടുത്തത്? അല്ല, ഇവിടുത്തെ സാറാണ്. അയ്യോ ചേച്ചി, എന്താ മോളെ? അത് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്ത് പറഞ്ഞു? അങ്ങനെ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കായിരിക്കും ബാലചന്ദ്രൻ. നിന്റെ രേവതിക്കുട്ടിയാ ഫോൺ വിളിച്ചത്. അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ അലീന ഇത്? എന്തൊക്കെയാ സത്യം? എന്താ സാറേ, എന്താ അവൾ പറഞ്ഞത്? വൈജയന്തി നിന്റെ അമ്മയാണെന്നോ? അങ്ങനെ എന്തൊക്കെയോ. പക്ഷേ എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം മരിക്കാൻ കിടക്കുന്ന ആ ഒരു നിങ്ങളുടെ മമ്മി ഇവിടെ കുഞ്ഞിരാമൻ സാറിനെ കാണാൻ വരികയും പിറ്റേ ദിവസം ഓടിപ്പിടിച്ച് അദ്ദേഹം മനുവിനെ കൂട്ടി അവിടേക്ക് വരികയും നിന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് അന്ന് എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ അയ്യോ, എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീനയോട് നീയാ കള്ളം പറയുന്നത്. എന്തൊക്കെയോ ഒളിപ്പിച്ച നീ വന്നത്. നീ വൈജയത്തിൻ്റെ മകളാണെന്നാ നിന്റെ രേവതിക്കുട്ടിയുടെ വായിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നീയും അവളൊക്കെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്താ സത്യം? വൈജയന്തിയുടെ അച്ഛന് പെട്ടെന്ന് ഒരു വേലക്കാരൻ്റെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിച്ചപ്പോൾ അന്നൊക്കെ എനിക്കും സംശയം തോന്നിയായിരുന്നു. പിന്നെ അത് നല്ലൊരു പയ്യനെ കൊണ്ട് കെട്ടിക്കാലോ എന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചതി മണക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രന്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ പഴയ കാലം അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ബാലചന്ദ്രന് വല്ലാതെ വേദന തോന്നുന്നുണ്ട്. വൈജയന്തിയുടെ ആദ്യം പ്രസവിച്ച് ഒരു മകളുണ്ടോ? അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അലീന അവളുടെ മകളാണോ? അങ്ങനെ നീറി പുകയുന്നുണ്ട് ബാലചന്ദ്രൻ. അന്ന് വൈകുന്നേരം വൈജയന്തി വരുമ്പോൾ ബാലചന്ദ്രൻ വല്ലാതെ മൂഡ് ഓഫായി കാണുമ്പോൾ എന്ത് പറ്റി ബാലചന്ദ്ര, സുഖമില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നു? അല്ല, പഴയ കാലം 10-22 വർഷം മുമ്പേ സംഭവിച്ച ഒരു കാര്യം ഓർത്തുപോയതന്നെ. എന്ത് ഓർത്തുപോയെന്ന്? വൈജയന്തിയുടെ അച്ഛൻ അത്രയും പണക്കാരനായ കുഞ്ഞിരാമൻ എന്തിനാ എന്നെക്കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത് എന്നെനിക്ക് ആലോചിക്കേണ്ടി വരുന്നുണ്ട്. ഇത് കേട്ട വൈജയന്തി ഒന്നും മിണ്ടില്ല. അച്ഛന് വട്ട്, അത്ര തന്നെ. അച്ഛന് വട്ട് മാത്രമായതുകൊണ്ടാണോ നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് ചോദിക്കാണ്. ഇത് കേട്ട വൈജയന്തി ചോദിക്കും, എന്നെ നീ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചെന്നോ? അതിന് മാത്രം എന്ത് മോശത്തരാ എനിക്കുള്ളത്? നല്ല കുടുംബത്തിലെ പെണ്ണ്, സ്വത്തും പണവും ഉണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? വേറൊന്നും വേണ്ടേ എന്ന് ബാലചന്ദ്രൻ തിരികെ ചോദിക്കുക. അങ്ങനെ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വൈജയന്തിക്ക് ബാങ്കിൽ പോയ സമയത്ത് അലീന വരുന്നുണ്ട്. സാർ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? അതെ, സത്യം പറ, നീ വൈജയുടെ മോളല്ലേ? എങ്ങനെ നീ ഇവിടെ എത്തിയത്? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ രേവതിക്കുട്ടി തന്നെ എന്നോടെല്ലാം പറഞ്ഞു. നീ നിന്റെ അമ്മയായതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതും. വൈജയന്തി എന്ത് പറഞ്ഞാലും നിനക്ക് അതൊരു പ്രശ്നമല്ലാത്തത് നിന്റെ അമ്മയായതുകൊണ്ടല്ലേ? ഒടുവിൽ അലീനയും തുറന്ന് സമ്മതിക്കാണ്. സാറിനെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ കണ്ടത് പ്രീതമമ്മി പറഞ്ഞു.
എൻ്റെ അമ്മ കുഞ്ഞിരാമൻ സാറിൻ്റെ മോളാണെന്ന്. അത് ആകെ ഒരു മോളയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ തന്നെ ആയിരിക്കില്ലേ എൻ്റെ അമ്മ? അങ്ങനെ പിന്നെ എങ്ങനെ നീ അനാഥാലയത്തിലെത്തി? അതൊന്നും എനിക്കറിയില്ല സാറേ. എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. മുത്തശ്ശൻ അവിടേക്ക് വന്നായിരുന്നു. എന്നിട്ട് പ്രജിത മമ്മി കൈയും കാലും പിടിച്ചു പറഞ്ഞു എന്നെ കൊണ്ടുവരണം, എനിക്ക് എന്തെങ്കിലും ജോലി വാങ്ങിത്തരണമെന്ന്. അങ്ങനെയാ ഇവിടെ മുത്തശ്ശിയെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കായിരുന്നല്ലേ? ഈ വീട്ടിലേക്ക് വന്ന നീയും എന്നെ ചതിക്കായിരുന്നില്ലേ എന്ന് ബാലചന്ദ്രൻ അവളുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ സമാധാനം ഇല്ലാതാക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നത്? നീ ഇപ്പോൾ ഞാൻ ഇത്രയും കാലം ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ നീ വന്നതോടുകൂടെ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കായിരുന്നു. എന്നാലോ നീ വന്നതോടുകൂടെ അതെല്ലാം ഇല്ലാതായി. അവളെന്നെ ചതിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയൊരിക്കലും ഈ കുടുംബം പഴയതുപോലെ ആവില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുമ്പോൾ അലീന കാല് പിടിക്കുന്നുണ്ട്. സാർ, ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല, സാറും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താണ് സംഭവിച്ചത് നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. സാർ ക്ഷമിക്കണം, ഈ കാര്യം ആരോടും പറയരുത്. എങ്ങനെ ക്ഷമിക്കാനാ? ഞാൻ അവളുടെ ഭർത്താവാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങനെ അലീന പിന്നെ ബാലചന്ദ്രൻ ഒരു മകളായിട്ട് തന്നെ സ്നേഹിക്കാണ്. തന്നെ ചതിച്ച വൈജന്തിക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. എന്നെ ചതിച്ചത് അവളുടെ അച്ഛനും അമ്മയും അവളുടെ ആങ്ങളെയും കൂടെ ചേർന്നാണ്, മറ്റാരുമല്ല. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന ബാലചന്ദ്രൻ വല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. എന്താ ബാല നീ ഈ പറയുന്നത്? സൗദാമിനിയമ്മക്ക് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. എല്ലാം ചെയ്തത് കുഞ്ഞിരാമൻ സാറും ശിവനും കൂടെ ആയിരിക്കും. എന്നാൽ സൗദാമിനിയമ്മ ഇതിൽ നിരപരാധിയായിരിക്കും. എന്താ ബാല നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇനി എന്ത് പറ്റാനിരിക്കുന്നു? ഈ ബാലചന്ദ്രൻ വെറും പൂജയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ അലീനയോട് പിന്നെ വലിയ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അലീന പറയും എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. സാറ് ആയിരുന്നു എൻ്റെ അച്ഛനെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും സാരമില്ല മോളെ. തൽക്കാലം വൈജയന്ത് ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അങ്ങനെ ബാലചന്ദ്രന് വല്ലാതെ നെഞ്ചുവേദന എടുത്ത് അറ്റാക്ക് വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർമാർ പറയുന്നുണ്ട് എന്തോ ഒരു വലിയ ടെൻഷൻ ആളിലേക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കാര്യം വന്നത് എന്നൊക്കെ പറയാണ്. എന്നാലും വൈജയന്തിക്ക് അപ്പോഴും കാര്യം മനസ്സിലാവുന്നില്ല. ആ സമയത്തെല്ലാം ബാലചന്ദ്രനെ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ട് അലീന. ഇതെല്ലാം കണ്ടിട്ട് സംശയിക്കാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ അവിഹിതാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പറയും. വീണ്ടും വൈജ പറയും ഇനി നീ വേണ്ട, നീ വന്ന് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. പിന്നെ ഭാര്യയായിട്ട് ഞാൻ എന്തിനാണ് വേണ്ടത്? മേഡം ഇങ്ങനെയൊക്കെ പറയും. ഞാനതെൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. ഒരച്ഛനും മോളും. എന്തായാലും നീ സ്വന്തം മോളൊന്നുമല്ലല്ലോ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ അലീനയെ വല്ലാതെ ക്രൂരമായിട്ട് തന്നെ സംശയിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അവൾക്ക് എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. ആ സമയത്താണ് മനു വരുന്നത്. അവൾ തൻ്റെ അച്ഛനെ തേടി പോവാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ എവിടെയായിരിക്കുമെന്ന് അറിയില്ല, പക്ഷെ അത് കണ്ടുപിടിക്കണം. വൈജയന്തിയുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകുന്നുണ്ട് അലീന. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെയുള്ള കാലം അലീന ഉണ്ടാവും. എന്നാൽ വൈജയന്തിക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. മനുവിനും ബാലചന്ദ്രനും അലീന ആരാണെന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. മനുവിനോട് മരിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശൻ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും.